നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണം, വീട്ടിൽ ബറക്കത്തുണ്ടാകണം, സമ്പത്തിൽ ബറക്കത്തുണ്ടാകണം, നമ്മുടെ ഇണകളിൽ, മക്കളിൽ, കുടുംബത്തിൽ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മേഖലകളിലെല്ലാം ബറക്കത്തുണ്ടാകണം. ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ബറക്കത്തില്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ചില സംഗതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്ങും എത്താത്തൊരവസ്ഥ ഇല്ലേ? ചിലത് എന്ത് ചെയ്യും, നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും ജീവിതത്തിൽ കാണാത്തൊരവസ്ഥ, മക്കളെ എങ്ങനെയൊക്കെ പരിപാലിച്ചിട്ടും അനുസരിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശരി ആളുകളുടെ മുമ്പിൽ വല്ലാത്ത നിന്ദ്യത അനുഭവിക്കേണ്ട അവസ്ഥ. ഇതൊക്കെ ബറക്കത്തുകേടിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ വീട്ടിലും, അതായത് നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ മക്കളിലും, അതുപോലെ നമ്മുടെ ഭക്ഷണത്തിലും, നമ്മുടെ സമ്പാദ്യത്തിലും എല്ലാം ഖൈർ ബറക്കാത്തുകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം. ഒരു 3 കാര്യങ്ങൾ. ഇത് നമ്മളെല്ലാ തരത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ്. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറഞ്ഞു തരാം. ചുരുങ്ങിയ രൂപത്തിൽ വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു ചേർത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തെ ജീവിതമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഇല്ലേ? ചുരുങ്ങിയ കാലഘട്ടം, ഒരുപാട് കാലഘട്ടമൊന്നുമില്ല. അതായത് ഒരു യാത്രക്കാരൻ അയാളുടെ യാത്രയുടെ ഇടയിൽ ഒന്ന് വിശ്രമിക്കാൻ ഇറങ്ങുന്ന സ്ഥലം, ഉദാഹരണം പറയാം, ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് ദൂര സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ പോകുന്നതിനിടയിൽ ഇപ്പോൾ വടക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മംഗലാപുരം എത്തിയപ്പോൾ എന്ത് ചെയ്തു, കുറഞ്ഞ സമയം ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി. ഒരല്പസമയം എന്ത് ചെയ്തു, ചിലപ്പോൾ ആ വലിയ നീണ്ട യാത്രയിൽ ഒരു ദിവസമായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ദിവസങ്ങൾ നീണ്ട യാത്രയിൽ കുറഞ്ഞ സമയമായിരിക്കും അവിടെ ഇറങ്ങിയിട്ടുണ്ടാകുക. ഈ ഒരു സമയം ചെലവഴിച്ച് ആ സ്ഥലത്ത് ഇങ്ങനെ ചെലവഴിച്ചു. ആ ചെലവഴിക്കുന്ന സമയം മാത്രമാണ് നമ്മൾ ആലമുൽ അർവാഹിൽ നിന്നും ആലമുൽ ആഖിറത്തിലേക്കുള്ള യാത്രയുടെ ഇടയിൽ ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നത്. അത്രയേ ഉള്ളൂ, നിസ്സാരമായ സമയം. അത് കുറഞ്ഞ ആ യാത്ര വലുതായതുകൊണ്ട്, വിശാലമായ യാത്രയായതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, 40 വർഷം ഇവിടെ ചിലവഴിക്കും. ചില ആളുകൾ 50 ആകും, ചിലത് 60, 70, 80, 90, 100 അതിനേക്കാൾ കടന്ന് മുൻഗാമികളായ ആളുകൾ 5000, 6000 ഒക്കെ വർഷങ്ങൾ ജീവിച്ച ആളുകളും ഒക്കെ ഉണ്ട്, ഇവിടെ ചിലവഴിച്ചവരുണ്ട്. എന്നിരുന്നാലും നമ്മെ ആഖിറത്തെ ജീവിതം കൊള്ള നോക്കുമ്പോൾ ഇത് ചുരുങ്ങിയ ജീവിതം മാത്രമാണ്. എന്നാൽ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ നമ്മൾ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ, അതൊക്കെ ഇങ്ങനെ മറികടന്നുകൊണ്ടാണല്ലോ പോകുന്നത്. ഇതിനൊക്കെ തരണം ചെയ്യാനും ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനും കേവലം ഈ ഒരു ദുനിയാവിൻ്റെ ജീവിതത്തിലെ മോചനം മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ കഴിയുള്ളൂ. ആഖിറത്തിലേക്കുള്ള രക്ഷ നേടാൻ, ആഖിറത്തിൻ്റെ മോചനം ലഭിക്കാൻ അവിടെ നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൈമുതലാക്കി വെക്കേണ്ടത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു ചുരുങ്ങിയ ജീവിതത്തിൽ ഇല്ലേ? അല്ലാത്ത പക്ഷേ ഇവിടെ മാത്രം ഇങ്ങനെ സൂഹിക്കാനും രക്ഷപ്പെടാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആഖിറം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതും വളരെ വിഷമമാണ്. കാരണം പോകാനുള്ള സ്ഥലവും രക്ഷപ്പെട്ട് കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ സംഗതികളിലും റഹ്മത്തും ബറക്കത്തും ലഭിക്കണം, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണം, അള്ളാഹുവിൻ്റെ ഒരു തിരുനോട്ടം ലഭിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഉയർച്ചയ്ക്ക് കാരണമായി തീരും. നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന മേഖലകളിലൊക്കെ ഉയർന്നു കിട്ടാനും നമുക്കൊരു മാനസികമായ സന്തോഷം ലഭിക്കാനും ഒരു ആത്മീയമായ അനുഭൂതി ലഭിക്കാനും ഒക്കെ കാരണമായി തീരും. അതിന് നമുക്ക് മുഖ്യമായി നമുക്ക് കിട്ടേണ്ട ഒരു സംഗതിയാണ് ബറക്കത്ത് ലഭിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുക, നമ്മുടെ ആയുസ്സിൽ, ആരോഗ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ, കച്ചവടങ്ങളിൽ, നമ്മുടെ മക്കളിൽ, ഇതെല്ലാത്തിലും എന്ത് ചെയ്യണം, ബറക്കത്തുണ്ടാകണം. ഇല്ലാത്ത പക്ഷം അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്തുണ്ടാകണം. അല്ലാത്ത പക്ഷം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ശരി, അതൊന്നും നമുക്ക് ഫലം ചെയ്യൂല. അതൊന്നും ദുനിയാവിലും ഫലം ചെയ്യൂല, ആഖിറത്തിലും ഫലം ചെയ്യൂല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ബറക്കാത്തുകളും റഹ്മത്തുകളും ലഭിക്കാനുള്ള ഒരു 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട് ഇല്ലേ, ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. ഇത് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ല, മറിച്ച് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ കരുതേണ്ട ഒരു 3 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ സംഗതി, ഹലാലായത് മാത്രം ഭക്ഷിക്കാൻ ശ്രമിക്കുക. ഹലാലായത് മാത്രം ഭക്ഷിക്കാൻ ശ്രമിക്കുക. ഹലാലായത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കിട്ടുന്ന വരുമാനം അത് ഹലാലായ രൂപത്തിലാക്കുക അല്ലേ?
നമ്മുടെ ജോലികളാകട്ടെ, കച്ചവടങ്ങളാകട്ടെ, മറ്റു മേഖലകളാകട്ടെ, നമ്മുടെ ഭക്ഷണം നമുക്ക് ഏത് രൂപത്തിലാണോ വരുന്നത് അത് ഹലാലും തൊയ്യബുമായ രൂപത്തിലുള്ള ഭക്ഷണമാക്കി നമ്മൾ എന്ത് ചെയ്യുക, മാറ്റാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒന്ന്, നമ്മൾ കഴിക്കുന്നത് പോലെ നമ്മുടെ ശരീരം എന്ത് ചെയ്യുക, ഹറാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നരകത്തിന് ഏറ്റവും ബന്ധപ്പെട്ടതായിത്തീരും. നമ്മുടെ ശരീരം തന്നെ ബറക്കത്തില്ലാത്ത ശരീരമായി മാറും. രണ്ടാമത്തത്, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ കുടുംബാദികൾ, മക്കൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരും എന്ത് ചെയ്യുക, ഹറാമിൻ്റെ ആ ഭക്ഷണം തിന്നുകൊണ്ട് നരകത്തിൻ്റെ അഹ്ലുകാരായി മാറും. അത്തരത്തിൽ എന്ത് ചെയ്യുക, ഹറാമിൽ വളർന്ന ശരീരം അത് നരകത്തിന് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പരിചയപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഹലാലായത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഏത് രൂപത്തിലും, ഭക്ഷണം മാത്രമല്ല, എല്ലാ സംഗതികളും ഹലാലാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. രണ്ടാമത്തൊരു സംഗതിയാണ് എന്ത്, തഹജ്ജുദ് നിസ്കാരം എന്ത് ചെയ്യുക, നിർവഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. നമുക്ക് സ്ഥിരമായി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ വലിയ ഭാഗ്യം ചെയ്ത ആളാണ്. സ്ഥിരമായി തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് അവരുടെ കിടക്കകളിൽ നിന്നും അവരുടെ ശരീരങ്ങളെ പറിച്ചെടുക്കുന്നവരാണ്. എന്ത് ചെയ്യുക, നല്ല ഉറങ്ങാൻ സമയമുള്ള രസമുള്ള സമയത്ത് കിടക്കയിൽ നിന്നും ശരീരത്തെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, ഖൗഫൻ വതമഅ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഒരു ആഗ്രഹത്തോടുകൂടി, പേടിയോടും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണല്ലോ എന്നുള്ള പേടിയോടൊക്കെ കൂടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ യദഊന റബ്ബഹും, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട്, ദുആ അള്ളാഹുവിലേക്ക് തേടുന്നവരായിട്ട് എഴുന്നേൽക്കുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അവർ മുഅ്മിനീങ്ങളാണ്. അവരുടെ അടയാളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് അപ്രകാരമാണ്. ഇനി മൂന്നാമത്തൊരു സംഗതി, ഒരു ദിക്ർ ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തൊരു സംഗതി പറഞ്ഞുതരാം. ഇതൂടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കാം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ഗനിയു എന്ന നാമം, യാ ഗനിയു യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്. എന്താണ് വിളിക്കുന്നത്? ഗനിയായ അല്ലാഹ്. അതായത് എത്ര മുക്കിയാലും തീരാത്ത വിശാലമായ ഖജനാവുകൾക്കുടമയായ അല്ലാഹ്. ഗനിയ് എന്ന ഇസ്മ ഒരാൾ നിരന്തരം ഉരുവിട്ട് കഴിഞ്ഞാൽ, ഒരുപാട് ഇങ്ങനെ ചൊല്ലി നിരന്തരം ഇങ്ങനെ പതിവാക്കി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും, ഇവിടെ ജീവിക്കുന്ന കാലമത്രയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും നേരിടേണ്ടി വരില്ല എന്നാണ്. അത് സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും. അപ്പോൾ അസുഖങ്ങൾ വരുന്നതിന് തൊട്ട് കാവൽ ലഭിക്കും. മാനസിക സമ്മർദ്ദങ്ങൾ, ടെൻഷനുകൾ വരുന്നതിന് തൊട്ട് കാവൽ ലഭിക്കും. അത്തരത്തിലുള്ള ഇടങ്ങേറുകൾ വരില്ല. അതുപോലെ സാമ്പത്തിക പിരിമുറുക്കങ്ങൾ വരും, ഞെരുക്കങ്ങൾ വരുന്നതിന് തൊട്ട് കാവൽ ലഭിക്കും. എല്ലാ നിലയിലും മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായൊക്കെ രക്ഷ കിട്ടാനും പ്രൊട്ടക്ഷൻ ലഭിക്കാനും വലിയ കാവൽ ലഭിക്കാനും ഒക്കെ കാരണമായി തീരുന്ന പവർഫുള്ളായ ഒരു ഇസ്മാണ് ഗനിയു എന്ന ഇസ്മ. അതാണ് ഈ ചൊല്ലേണ്ട എങ്ങനെ, യാ ഗനിയു യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്. ഇപ്രകാരം എന്ത് ചെയ്യുക, കണക്കില്ലാത്ത രൂപത്തിൽ ചൊല്ലുക. കണക്കില്ലാതെ ഇത്ര എണ്ണം എന്നൊന്നും കണക്ക് വെക്കാതെ എന്ത് ചെയ്യുക, കണക്കില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം ഹലാലായതിനെ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാം. 2, തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ ശീലിക്കുകയും നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ട് ശീലിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമതായി പഠിപ്പിക്കപ്പെട്ടത് ഗനിയു എന്ന ഇസ്മ, യാ ഗനിയു എന്ന ആ ഒരു ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം. ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് മാറ്റി നോക്കി, ഒന്ന് മാറ്റം വരുത്തി നോക്കി, ഒന്ന് ചെയ്തു നോക്കി. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കഷ്ടതയുടെ, പ്രയാസങ്ങളുടെ ജീവിതമൊക്കെ മാറിയിട്ട് സന്തുഷ്ടമായ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നു വരും, സമാധാനത്തിൻ്റെ ജീവിതം കടന്നു വരും, ബറക്കത്തിൻ്റെ ജീവിതം കടന്നു വരും. ഇത് എൻ്റെ വകയായിട്ട് പറയല്ല, വിശുദ്ധമായ ഖുർആനും ഹദീസുകളും മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികളുടെ ഖൗലുകളുമാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുമാറാകട്ടെ. ചെയ്തു തന്ന നിഅമത്തുകളൊക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പലരും വിളിച്ച് പല വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട്, പ്രശ്നപരിഹാരം തേടുന്നവരുണ്ട്. പലർക്കും പല സംഗതികളും ചെയ്തു കൊടുത്ത്, അമലുകൾ ചെയ്തു കൊടുത്ത് അതിന് ഫലം കിട്ടിയെന്ന് വിളിച്ചറിയിച്ചവരുണ്ട്. അൽഹംദുലില്ലാഹ്, അതൊക്കെ കേൾക്കുമ്പോൾ വലിയ റാഹത്തും സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾക്ക് ചെയ്തു കൊടുത്തത് ഇൻഷാ അല്ലാഹ് അത് ഫലം കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഖൈറായ രൂപത്തിൽ സന്തോഷമുള്ള ഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് കേൾക്കാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അതെല്ലാവരും ദുആ ഇറക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ഇറക്കണം. നല്ല നല്ല നാളുകളാണ് നമ്മളിന്ന് കഴിഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.